ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നാണ് നമുക്ക് എക്സാം തീർന്നിട്ടുണ്ടായത്. അതായത് നമുക്ക് 24-ാം തീയതി വരെ എക്സാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഗിഫ്റ്റ് കൈമാറിയത് 24-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ നീല ഗിഫ്റ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൾക്ക് ചോക്ലേറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. ആൾക്ക് ചോക്ലേറ്റാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ കണ്ട ഒരാൾക്കായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ആൾക്ക് തന്നെയാണ് കിട്ടിയിരിക്കണേന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കാണിച്ചുകൊണ്ട് എന്നെ തന്നെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ, ക്രിസ്മസ് കാർഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവം ഇതായിരുന്നു കേട്ടോ ആ സാധനം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു രണ്ടും ഇങ്ങനെ പ്രാവിൻ്റെ ഇതൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു, ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഗിഫ്റ്റൊക്കെ കൈമാറിയതിന് ശേഷം നമ്മൾ ആദ്യം അഴീക്കോട് ബീച്ചിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ നേരത്തെ ഉച്ചയ്ക്കാണ് നമുക്ക് ക്ലാസ് കഴിഞ്ഞത്, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടി ബസ്സിൽ കയറി കൊടുങ്ങല്ലൂർ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ രണ്ടുപേരും ആദ്യം പോയിട്ടുണ്ടായിരുന്നു. അതായത് ജാൻവി ചേച്ചി ആദ്യത്തെയും കൂടി വണ്ടിക്ക് പോയിട്ട് ഫുഡൊക്കെ പറയാനൊക്കെ വിചാരിച്ച് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കാനൊക്കെ കരുതിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടി ബസ്സിന് കയറിയാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഫ്രൈഡ് റൈസ് കഴിക്കുകയും ചെയ്ത് ഞാൻ ചേച്ചിക്ക് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഹായ് കാണിക്കുന്നതാണ് ദൃശ്യം. അതുപോലെ തന്നെ ഫസ്റ്റ് ഹായ് കാണിച്ചായിരുന്നു ശ്രുതി ചേച്ചി. പിന്നെ ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടുപേരും വണ്ടിക്കും പോയി, ബാക്കി കുറച്ച് പേര് കൊടുങ്ങല്ലൂർ റൂട്ടിലേക്കും പോയി, പിന്നെ ഞങ്ങൾ കുറച്ച് പേരാണെങ്കിൽ പറവൂർ റൂട്ടിലേക്കായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ബസ്സൊക്കെ കയറി നമ്മൾ പോയിട്ട് എനിക്കാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറവൂരിൽ നിന്ന് എഴിക്കൽ ബസ് കയറിയിട്ട് ഞാൻ കുറച്ച് സ്റ്റോപ്പ് മുമ്പേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാളത്തേക്ക് വേണ്ടി ബീഫും ചിക്കനും അതൊക്കെ വാങ്ങാനായിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ക്രിസ്മസിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ അച്ഛനമ്മയൊക്കെ ജോലിക്ക് പോയി വരുമ്പോഴേക്കും ചിക്കനും ബീഫൊക്കെ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല, തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ വീട്ടിലെത്തി ചേച്ചിക്കൊക്കെ ഫ്രൈഡ് റൈസ് വാങ്ങിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗിഫ്റ്റൊക്കെ തുറന്ന് വീട്ടിലെല്ലാവരെയും കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബബിൾ ഡയറി മിൽക്കും ഈ ഒരു കാർഡാണ് കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും ചേച്ചിയും കൂടി ഒരു കേക്ക് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫാമിലിയിൽ 1K കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കണ്ടും കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പുൽക്കൂട്. ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവരൊന്ന് കയറി കാണണേ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസിൻ്റെ തലേദിവസത്തെ പരിപാടികൾ. പിന്നെ പിറ്റേ ദിവസം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് അച്ചാമ്മയുടെ ഒപ്പം നമ്മൾ കടവാരത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എല്ലാ ദിവസവും ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആകെ ഞായറാഴ്ച മാത്രമേ ഒഴിവ് കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കടവാരത്തോട്ടൊന്നും പോകലില്ല. അപ്പം അച്ചാമ്മയുടെ ഒപ്പം ഇന്ന് കടവാരത്തൊക്കെ ഒന്ന് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ആറാട്ടുകടവും നമ്മുടെ വീടിനടുത്തുള്ള പുഴയും. ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം നമ്മുടെ നാടും അതുപോലെ തന്നെ നമ്മുടെ നല്ല പുഴയും കാര്യങ്ങളെല്ലാം വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവേ. ഞങ്ങളിവിടെ കടവാര വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറിയും റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ജോലിക്ക് പോകണം. അപ്പം അങ്ങനെ അമ്മയ്ക്ക് ജോലിക്ക് പോയി ഞാനും ചേച്ചിയും കൂടി കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഉറക്കമായിരുന്നു, കാരണം ക്ലാസ്സൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് അതൊക്കെ ഇരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.